ആദ്യം ഇവിടെ എത്തിയപ്പോൾ ഓർമ്മ വന്നതേ നമ്മുടെ കല്യാണ സിനിമ കേട്ടോ. അതിലെ അച്ചുവേട്ടനും പോഞ്ഞിക്കരി ഇതാ പോഞ്ഞിക്കര ഇറക്കിക്കൊണ്ടിരിക്കുന്നു, ചെമ്പിളിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. പോഞ്ഞിക്കരെ റെഡി ആയില്ലേ? അപ്പോൾ ആ സിനിമയാണ് ഓർമ്മ വന്നത് പെട്ടെന്ന്. കാരണം ഒരു കല്യാണ വീടിൻ്റെ ഒരു അന്തരീക്ഷമാണ്. അടുക്കള മൊത്തം സവാള കിട്ടില്ല, അരിയണ്ട, നിർത്തിക്കോ. അത് സലീം കുമാർ തോന്നിട്ടോ ആ സിനിമയിലെ. തല എങ്ങനെയുണ്ട്? ഇതെന്താ അമ്മ? ചൂരത്തല ഇത് നമ്മൾ കറിയിൽ വെക്കുക. ചുടുത്തറ കറി വെക്കും. പിന്നെ നമ്മളത് പുന്നാര ഫാത്തിമ. ഇത് പാരല്ലേ? പാര. ഇത് മൊത്തം മീൻ വെറൈറ്റിയാണ്. മീനിൻ്റെ തലക്കറി, അതിന് മീനിൻ്റെ കറി കൂട്ടി ചോറുള്ള പരിപാടിയാണ്. അപ്പം ഇതിൻ്റെ അടുക്കളയിൽ പോയിട്ട് ബാക്കി കഥ പറയാം, വാ. മീൻ കഴുകി വൃത്തിയായി സെറ്റാക്കി എടുത്തിട്ട് കേട്ടോ. ഈ തലയുടെ വലിപ്പം കണ്ടോ? ഞാൻ ക്ലീൻ ചെയ്ത തല കേട്ടോ. ഇതെന്ത് റേറ്റ് വരും തലയ്ക്ക് ഇപ്പോൾ കറി വെക്കാൻ? ഇതിപ്പം വന്ന് നമുക്ക് 400 രൂപ കൊടുക്കാം. 400 രൂപയ്ക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ജോർജ് ചേട്ടൻ. എന്തായി കറിയൊക്കെ സെറ്റായോ? നമ്മൾ മൊത്തം കുക്കിംഗ് മൊത്തം അടുപ്പിലല്ലേ? വിറകിലാണ് പരിപാടി. ചൂരത്തല എല്ലാം ചൂരത്തല? അതെ, എല്ലാം ചൂരത്തല. ഇതെന്താ റേറ്റ് വരും തലയ്ക്ക്? ഇതിന് 180. അതെ. അപ്പോൾ തലയും ചോറാണ് ഇവിടെ മെയിൻ ആയിട്ട്. നമ്മളെ ചോറും ഊണും കപ്പ എല്ലാം. തലക്കറി കഴിക്കാനാണ് കൂടുതൽ പേര് വരുന്നത് അല്ലേ? ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ വലിയ ചൂരത്തലയാണ് ഏറ്റവും വലിയ. ഇത് കിട്ടുന്നില്ലല്ലോ, ഭയങ്കര വെയിറ്റ് ആട്ടോ. കിട്ടുന്നില്ല. 4 പേർക്ക് കഴിക്കാം. 4 പേർക്ക് അല്ലേ? ഇതിന് 600 രൂപ. മീൻകറിയും ചോറാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം. ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് പൊന്നാരയുണ്ട്, വേളാപ്പാര, കണവ റോസ്റ്റ്, ചെമ്മീൻ 14 പീസാണ് 200, നവര, കൊഴിയാള, ചൂരപ്പീസ്, അയല, നൊത്തോലി, ഊണ്, കപ്പ ഇളക്കിയതും പീസ് കപ്പയും ഉണ്ട്. പിന്നെ തലക്കറിയുണ്ട്. എന്തോ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. ചൂര ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. ചൂര അങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൽ സ്പൈസി മുളക് എന്താ ചേർക്കുന്നത്? മുളക് നമ്മൾ ഇതിൽ ഉടങ്കല്ലി മുളക് ഉണ്ട്. അതിന്റെ മണമാണ് ഇപ്പോൾ കിട്ടുന്നത്, ഗംഭീര മണം. ഇത് കണവ റോസ്റ്റ് അല്ലേ? കൊഞ്ച് ഫ്രൈ ആക്കാൻ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. കൊഞ്ച് അപ്പോൾ തലയുണ്ട്, നമ്മളെ നത്തോലി, പിന്നെ അയില പൊരിച്ചത്, പിന്നെ നമുക്കിതാ കപ്പ പുഴുങ്ങിയത്, അതുപോലെ തന്നെ തീയൽ, ഉപ്പേരി, ഇവിടെ തോരൻ പറയും, നമ്മളെ മലബാറിൽ ഉപ്പേരി എന്ന് പറയും, പിന്നെ അച്ചാറുണ്ട്, പിന്നെ സാമ്പാർ, അതുപോലെ തന്നെ മീൻ കറി. നല്ല കുടമ്പുളിയിട്ട തലക്കറി, സ്വയംപൻ. വീട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. കാരണം ഒരു പഴയ വീടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൽ ഓരോരോ റൂമിലാണ് ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത്. പക്കാ നാടനൂണ്. ഇതെന്താ ചേച്ചി? പരിപ്പോ? ഏകദേശം പരിപ്പാവും അല്ലേ? ഫുഡ് എത്ര മണിക്ക് റെഡിയാവും? ഒരു 10-10:30 ആകുമ്പോൾ കപ്പയും തലയാവും. 11:30 ആകുമ്പോൾ ഊണാവും. ഈ തല എല്ലാം സെയിം തലയായിരിക്കും? ഇന്നിപ്പോൾ ഉള്ളത് ചൂരയാണ്. പിന്നെ അതിൻ്റെ കൂടെ വേളാപ്പാര കാണും, പൂമീനിൻ്റെ തല കാണും, നെമ്മീൻ കാണും. നെമ്മീനിനൊക്കെയാണ് നമുക്ക് കൂടുതൽ ആൾക്കാർ വരുന്നത്. നമുക്കിപ്പോൾ ശരിക്കും ലൊക്കേഷൻ ട്രിവാൻഡ്രം വരുവാണെങ്കിൽ കോവളം ബൈപ്പാസ് അല്ലേ? ടോളുണ്ട്. കോളം ബൈപ്പാസ് വരുമ്പോൾ ടോള് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന സർവീസ് റോഡ്. അതെ. തലക്കറി കൂട്ടി ചോറ് കഴിക്കണമെങ്കിൽ വന്നൂടാ. സംഗതി പൊളിച്ചു എന്തായാലും. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ. ഓക്കെ, സീ യു.